അല്ല സമയമായിട്ടില്ല. ഞാനൊരു എലോൺ മസ്കോ അംബാനിയൊക്കെ ആയതിനു ശേഷം കല്യാണം കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മുഖം ബ്രൈറ്റ് ആവട്ടോ, കാരണം ഇത് നടപടിയാവില്ല എന്ന് അറിയാലോ. അപ്പൊ പറയണേ, നിനക്ക് ഇപ്പോഴൊന്നും അങ്ങനെയാണെങ്കിൽ പെണ്ണ് കെട്ടില്ലാന്ന്. അല്ലെങ്കിൽ ഈ പെൺപിള്ളേരൊക്കെ എന്റെ പിന്നിൽ ക്യൂ നിൽക്കാണല്ലോ. ഞാനാണല്ലോ ആണുങ്ങളിൽ ഐശ്വര്യറായി. പുള്ളിയുടെ മകൻ UK-ലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ക്ലച്ച് പിടിക്കില്ല, UK പോകുന്ന പറഞ്ഞ് തല്ലി പുറത്താക്കിയതാ. ഇപ്പൊ പുള്ളി UK-ലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ ഈ August 15 പുള്ളി ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഒരു കൊടിയൊക്കെ പിടിച്ച് ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് വന്ദേ മാതരം, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ത്യ ഇഷ്ടമല്ലല്ലോ? അത് നമ്മൾ UK-ലാണെങ്കിലും വൺ സൈഡ് ലവ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മള് സഹായം എന്തായാലും ചോദിക്കുമല്ലോ. അപ്പൊ ഞാനൊരു ദിവസം ഇതുപോലെ മലയാളത്ത് സഹായം ചോദിച്ച പോലെ പുള്ളിയുടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു പരസ്പര ബന്ധമില്ലാത്ത വർത്താനം. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അച്ഛൻ, പുരനിറഞ്ഞു നിൽക്കുന്ന അമ്മ, കുടിച്ചു കൂത്താടി വരുന്ന ഭാര്യ, ഇവർക്കൊക്കെ എന്റെ തുച്ഛമായ ശമ്പളം വേണം ജീവിക്കാൻ. ഇമാതിരി പ്രയോഗം. എന്നിട്ട് പറയണേ, നീയേ കാശ് ചോദിക്കാനായിട്ട് വരല്ലേ, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോന്ന്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോയി ഞാൻ എന്താ കരണ്ട. ഇതേപോലെ കോട്ടക്കരയെന്ന് ഒരു കസിൻ വരും കേട്ടാ. പുള്ളി വരുമ്പോൾ കുഴപ്പമില്ല, പുള്ളി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഓറഞ്ച് ഇപ്പൊ കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കേരളത്തില് ഏറ്റവും വില കുറവ് ഓറഞ്ചിനായിരിക്കും. ഇപ്പൊ ആപ്പിള് കൊണ്ടുവന്ന അത് പുള്ളിക്ക് വേറെ ആരും കൊടുത്തതായിരിക്കും, അല്ലാണ്ട് സ്വന്തമായിട്ട് മേടിക്കില്ല. പുള്ളി ചിലപ്പോ കുത്തി കാണിക്കും. ഇപ്പൊ സീറ്റിലിരുന്ന് വിചാരിക്കുക. അപ്പൊ എന്താ കുത്തിയല്ലോ, പുതിയ കാറിന്റെ കീ. ഊണിന് മുമ്പ് മൂപ്പർക്ക് പ്രകൃതിയുടെ മിശ്രണം 2 അടിക്കും ശീല. അപ്പൊ തന്നെ ഉപദേശം തുടങ്ങും, മക്കളെ നിങ്ങളാരും കള്ളു കുടിക്കരുത്, കാരണം മൂപ്പർക്ക് തികയില്ല. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. പുള്ളിക്കാണെങ്കിലോ മദ്യപിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ അടുത്ത് പറയും, നീ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, ഓപ്പർച്യൂണിറ്റി വേണ്ടി നീ ഇറങ്ങ്. കേട്ടിട്ടില്ലേ, വല്ലവന് ഫുള്ളുമായി തന്ന് എല്ലാം ഫുള്ള് വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിക്കേ, ഇപ്പൊ പുള്ളിയുടെ അടുത്ത് ഇഷ്ടമുള്ള ഫ്ലേവർ അത് ഐസ്ക്രീമിന്റെ കേട്ടാ ഫ്ലേവർ ഏതാന്ന് ചോദിക്കേ. ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാ? ബട്ടർ സ്കോച്ച്. എല്ലാം മദ്യം. ഇപ്പോ സിഗരറ്റ് വലിക്കും പുള്ളി. അപ്പൊ ഞാൻ പറയും, സിഗരറ്റ് വലിക്കരുത്, ക്യാൻസർ വരും. ഓ, സിഗരറ്റ് വലിച്ച് ക്യാൻസർ വരുന്ന 2 ആളുടെ പേര് പറയുന്നു. എങ്ങനെ വരാനാണ്? അതിന് മുന്നേ അറ്റാക്ക് വന്ന് പൂലാള്. ഇത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മലബന്ധത്തിന് നല്ലത് മലബാർ ബീഡി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡെയിലി അമ്പലത്തിൽ പൂട്ടാം. അപ്പൊ എന്നെ വിളിക്കാൻ അമ്പലത്തിൽ പോവാൻ ഞാൻ പോവാറില്ല. ഞാൻ ആകെ കൂടി പ്രാർത്ഥിക്കുന്നത് ബംഗാളിയുടെ മുന്നിൽ മുടി വെട്ടാനിരിക്കുമ്പോഴും സിബ് കുടുങ്ങുമ്പോഴും മാത്രമാണ്. അപ്പൊ പുള്ളി പറയണേ, ഇങ്ങനെയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോവില്ല, നരകത്തിലേ പോവുള്ളൂ. മൂപ്പര് എന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോയാ അവിടെ മുതൽ എനിക്ക് സ്വർഗ. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ തടിയുണ്ടല്ലോ, എന്നേക്കാ തടിയാണ് മൂപ്പർക്ക്. അപ്പോ മൂപ്പര് ഓടിക്കുന്ന വണ്ടിയുടെ പുറകിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ വഴി കൂടെ പോകുമ്പോൾ പിള്ളേര്, ക്ലബിന്റെ പിള്ളേര് പറയും, നിങ്ങൾ പോണ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ, പുതിയ സോപ്പ് വാങ്ങുമ്പോ അതിന്റെ പുറകിൽ പഴയ സോപ്പ് ഒട്ടിയിരിക്കണം. നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി വളർത്തണ്ട? ഇല്ല. ഇപ്പൊ നമ്മള് ഉണ്ടല്ലേ, കിട്ടി. ഇപ്പൊ നമ്മൾ പട്ടിയുള്ളൊരു വീട്ടിലേക്ക് പോവാ വിചാരിക്കുക. അപ്പോ ആ വീട്ടിലെ ഉടമസ്ഥൻ പറയട്ടാ, അതെ അതൊന്നും ചെയ്യില്ല, അതൊരു സാധുവാണ്. ഇത് വിശ്വസിച്ച് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പട്ടിയുടെ പണിയെടുക്കും. അപ്പൊ ഇവരെന്താ പറയുന്നറിയോ, അയ്യോ അതൊരു പാവായിരുന്നല്ലോ, എന്താ പറ്റിയാണോ, എന്ത് പറ്റാ, എന്റെ മൂട്ടിന്ന് 1/2 കിലോ വെയിറ്റ് ലോസ് നടന്നതല്ലാതെ. അതുകൊണ്ട് എനിക്ക് പട്ടി ഭയങ്കര പേടിയാ. അപ്പൊ ഒരു ദിവസം ഞാൻ വഴി കൂടെ പോകുമ്പോ കുറെ പട്ടികൾ തന്നെ വളർന്നിട്ടാണ്. അപ്പൊ ആ വീടിന്റെ മുന്നിൽ ഒരു ടെറസ് വീടുണ്ട്. അപ്പൊ അയാൾ എന്നെ അടുത്ത് പറയും, ഇങ്ങനെ പേടിക്കാതാ, നിനക്ക് 10-35 വയസ്സായില്ലേന്ന്. എനിക്ക് 35 വയസ്സായെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, പട്ടിക്ക് അറിയില്ലല്ലോ. ബൈ, താങ്ക് യു. ബേബി സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആദ്യം പറഞ്ഞില്ല, വന്ന് നിന്നപ്പോ നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. അത് പെർഫോമൻസിൽ ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ പ്രചോദേട്ടാ? ഓ, സംഗീത സത്യമാണ്. കാര്യം വന്നപ്പോഴുള്ള എനർജി ഇല്ലേ, അത് മൊത്തത്തിൽ പെർഫോമൻസിന് ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ള കാര്യം. എല്ലാം നല്ല, ഒന്നും വിട്ടുപോകാതെ, ഒരു ഡൗട്ടും ഇല്ലാതെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അണച്ചത് അതുകൊണ്ടാണ് അല്ലേ? അതെ, ഒന്നും മിസ്സാകരുന്ന കോൺഫിഡൻസ് അത് ഗംഭീരമായിട്ട് ചെയ്തു. സംഗീത അടിപൊളിയായിരുന്നു. സംഗീതം നല്ലതായിരുന്നു. സംഗീതത്തിൽ പറഞ്ഞാൽ ഈ പട്ടിയുള്ള വീട്ടുകാർ പറയുമല്ലോ, അതൊന്നും ചെയ്യുകയില്ലെന്ന്. എങ്ങനെ പറഞ്ഞാലും നമുക്ക് ധൈര്യം കിട്ടാത്ത കേസാ. പട്ടീനെ കൊണ്ടു നടക്കുന്നതും പറയും ഇതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ. പക്ഷെ പട്ടിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. അത് പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ തന്നെ
ഉൾക്കൊള്ളേണ്ടി വരുന്നുണ്ട്. അതൊക്കെ നല്ല തമാശയായിരുന്നു. ഇത്രയധികം തമാശകൾ നല്ല സ്പീഡിൽ, നല്ല ഈ കോൺഫിഡൻസ് അല്ല, ഒരു അടിച്ചേൽപ്പിക്കുക എന്ന് പറയൂലേ നമ്മളെ നിർബന്ധിച്ച്, അതുപോലെ അവിടെ നിന്ന് നിങ്ങൾ ആരും വേറെ എവിടെ ശ്രദ്ധിക്കരുത്, എന്നെ തന്നെ ശ്രദ്ധിക്കുക, എന്റെ കോമഡി തന്നെ കേക്ക് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് പോലുള്ള ഒരു പ്രകടനവും പറച്ചിലും ഒക്കെ ആയിരുന്നു. ഗംഭീരമായി, സൂപ്പർ ആയിരുന്നു കേട്ടോ, അതിഗംഭീരമായി. ബേബി സാർ നല്ല എനർജി ലെവലായിരുന്നു. താങ്ക് യു സർ. വന്ന് പറയുന്ന കോമഡികള്, ആദ്യത്തെ 500 രൂപ പരിപാടി തുടങ്ങി അവസാനിപ്പിക്കണവരെയുള്ള കോമഡികള് നല്ലതായിരുന്നു. താങ്ക് യു സർ. ഗംഭീര പ്രകടനം. ആരി ചേച്ചി അടിപൊളി ആസ് ഓൾവേസ്. നൈസ് ആയിരുന്നു. എനർജി, ലൗഡ്, സൂപ്പർ. എല്ലാരും നല്ല തന്നെ അതെ, അല്ലേ? ഓക്കെ.